അമേരിക്ക, ഇസ്രയേൽ, ഇറാൻ സംഘർഷം പുതിയ ഒരു വഴിത്തിരിവിലേക്ക് എത്തുകയാണ്. തന്റെ മകനെ വധിക്കാൻ ഇറാൻ ശ്രമിച്ചതായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ചാനൽ 14 മിലിറ്ററി കറസ്പോണ്ടന്റ് നോം അമീറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. തന്റെ മക്കളിൽ ഒരാളെ കൊല്ലാൻ ഇറാൻ ലക്ഷ്യമിട്ടതായും അത് വിശ്വസിക്കാൻ കഴിയാത്തൊരു സംഭവമാണെന്നും നെതന്യാഹു പറയുന്നു. യായിർ, അവനർ എന്നിങ്ങനെ 2 മക്കളാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനുള്ളത്. എന്നാൽ ഇതിൽ ആർക്കു നേരെയാണ് വധശ്രമം നടന്നതെന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുമില്ല. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇക്കഴിഞ്ഞ ജൂലൈ മാസത്തിൽ നെതന്യാഹുവിന്റെ ഭാര്യ സാറയ്ക്കും മക്കളായ യായിർ, അവനർ എന്നിവർക്കും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് ഇസ്രായേൽ സെക്യൂരിറ്റി ഏജൻസിയായ ഷിൻബെറ്റ് പ്രത്യേക അനുമതി നൽകിയിരുന്നു. തന്റെ കുടുംബത്തിന് നൽകിയിട്ടുള്ള വിപുലമായ സുരക്ഷ ഒരു ആഡംബരമല്ല, മറിച്ച് ജീവൻ നിലനിർത്താനുള്ള അത്യാവശ്യമാണെന്നാണ് ഈ വധശ്രമത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നെതന്യാഹു പറയുന്നത്. നെതന്യാഹുവിന്റെ മകനെ വധിക്കാനുള്ള ഇറാന്റെ ശ്രമത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇസ്രായേൽ സൈനിക സെൻസർഷിപ്പും വിലക്കും കാരണം മാസങ്ങളോളം രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഓഗസ്റ്റ് 24-നാണ് ചാനൽ 14 നെതന്യാഹു ഇത് പരസ്യമാക്കുന്നത്. അതേസമയം ഈ വിഷയത്തിൽ ഇറാൻ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. നെതന്യാഹുവിന്റെ മകനെതിരായ വധശ്രമത്തെക്കുറിച്ച് ഇറാൻ ഇതുവരെ പ്രത്യേകമായി ഔദ്യോഗിക പ്രതികരണങ്ങളും നടത്തിയിട്ടില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ നെതന്യാഹുവിനെതിരെ മത്സരിക്കാൻ ഒരുങ്ങുന്ന ഗാഡി ഐസൻകോട്ടിന് സുരക്ഷ നൽകാൻ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബെറ്റ് വിസമ്മതിച്ചതിനെ കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾക്കിടയിലാണ് പ്രധാനമന്ത്രിയുടെ ഈ വെളിപ്പെടുത്തലുണ്ടായത്. നെതന്യാഹുവിന്റെ മുതിർന്ന മകൻ യായിർ 2024 മുതൽ അമേരിക്കയിലെ മയാമിയിലാണ് താമസിക്കുന്നത്. അവിടെയും ഷിൻബെറ്റിന്റെ കർശന സുരക്ഷയിലാണ് യായിർ കഴിയുന്നത്. ഇളയ മകൻ അവനർ ഇസ്രയേലിൽ തന്നെയാണ് താമസിക്കുന്നത്. എന്നാൽ നികുതിദായകരുടെ പണം ഉപയോഗിച്ച് യായിറിന് വിദേശത്ത് വൻ സുരക്ഷ ഒരുക്കുന്നത് രാജ്യത്ത് വലിയ വിവാദങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കും ആവശ്യമായ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഷിൻബെറ്റ് മേധാവിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് നെതന്യാഹു കൂട്ടിച്ചേർത്തു. ഐസൻകോട്ടിന്റെ സുരക്ഷാ തർക്കത്തിൽ പ്രതികരിക്കുകയാണ് അദ്ദേഹം ഈ കാര്യം വ്യക്തമാക്കിയത്. തീർച്ചയായും ഇപ്പോഴത്തെ ഈ വെളിപ്പെടുത്തൽ കൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു ഉദ്ദേശിക്കുന്നത് ഇറാനെതിരെയുള്ള ഒരു ആക്രമണം തന്നെയാണ്. ഈ വധശ്രമം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അതൊരു കാരണമാക്കി ഉയർത്തി കാണിച്ചുകൊണ്ട് ഇറാനുമേൽ ശക്തമായ ആക്രമണം അഴിച്ചുവിടാൻ തന്നെയാണ് സാധ്യതകൾ. അതേപോലെ ഇറാനെതിരെ കടുത്ത നടപടിയാണ് അമേരിക്ക കൈക്കൊള്ളുന്നത്. ഇറാനുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾക്കെതിരെയും നടപടി സ്വീകരിക്കുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. ഇത്തരം രാജ്യങ്ങളെയും കമ്പനികളെയും ഡോളർ സംവിധാനത്തിൽ നിന്നും നീക്കം ചെയ്യുമെന്നാണ് പ്രഖ്യാപനം. ഇറാന്റെ വരുമാന മാർഗങ്ങളെല്ലാം തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്ക ഉപരോധം ശക്തമാക്കിയിരിക്കുന്നത്. ഇറാനുമായി വ്യാപാര ബന്ധം തുടരുന്ന രാജ്യങ്ങൾക്കെതിരെ നടപടിയുണ്ടാകും. അമേരിക്ക വേണോ അല്ലെങ്കിൽ ഇറാൻ വേണോ എന്ന് ലോക നേതാക്കൾ തീരുമാനിക്കേണ്ട സമയമാണെന്നും ബെസന്റ് പറഞ്ഞു. ഇറാൻ പൂർണ്ണമായി തകരുകയാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിട്ടുമുണ്ട്. അമേരിക്ക നടപടി ശക്തമാക്കുമെന്ന സൂചന വന്നപ്പോൾ തന്നെ ഇറാന്റെ കറൻസി മൂല്യം കുത്തനെ ഇടിഞ്ഞു. ഒരു അമേരിക്കൻ ഡോളറിന് 20 ലക്ഷം ഇറാൻ റിയാൽ എന്ന നിലയിലേക്ക് മൂല്യം ഇടിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ.